ഗായ്സ് വെൽക്കം ബാക്ക് ടു ദുബായ്. അപ്പം ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. രാവിലെ ഹോട്ടലിലെത്തി ചെക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഒറ്റയടിക്ക് കടന്നുറങ്ങിയതാണ്. വൈകുന്നേരം എണീറ്റ് ദുബായ് മോളിലേക്ക് ഷട്ടിൽ സർവീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കെട്ടി ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ എൻ്റെ ഒപ്പം 2 ക്രൂവും കൂടെ ഉണ്ട്. അതിൽ ഒരാളുടെ ഫസ്റ്റ് ദുബായ് ലേവറാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുള്ളിക്കാരീനെ കൊണ്ടുവന്ന് ഫൗണ്ടൻ ഷോവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ അവൾ ബുർജ് ഖലീഫ അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 2 ദിവസം ദുബായിലുള്ളതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് ഒന്നും ചെയ്ത് ബാഗിൻ്റെ ഭാരം കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഡേ ജസ്റ്റ് ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ പുള്ളിക്കാരിക്ക് ബുർജ് ഖലീഫ അതേപോലെ തന്നെ ഫൗണ്ടൻ ഷോ കാണിക്കാനും പിന്നെ ചുമ്മാ ദുബായ് മോളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വന്നത്. അപ്പോൾ ദുബായ് മോളിലേക്ക് നമ്മൾ കയറുകയാണ്. വിശന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും കണ്ണ് കാണാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കോർട്ട് തപ്പിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. അപ്പം ഞങ്ങളുടെ ഒരു പ്ലാൻ പ്രകാരം ഞങ്ങൾ ഒന്നും തന്നെ ഷോപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കുന്നു, അതേപോലെ തന്നെ ഫൗണ്ടൻ ഷോ കാണുന്നു. 10:45 ആകുമ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ ഷട്ടിൽ പറഞ്ഞ സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് തിരിച്ചു ഹോട്ടലിൽ പോകുന്നു, നല്ല പോലെ റെസ്റ്റ് എടുക്കുന്നു. കാരണം പിറ്റേന്ന് 8:15 ഞങ്ങൾക്ക് ഹോട്ടലിന് ചെക്കൗട്ടാണ്. ഞങ്ങൾക്ക് ദുബായ് ചണ്ഡീഗഡ് ദുബായ് ഇങ്ങനെ 2 സെക്ടേഴ്സാണ് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ദുബായിൽ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. പക്ഷേ ഹൗവർ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടി വന്നു. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച്. ബാത്ത് ആൻഡ് ബോഡിയിൽ കുറേ ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് പെർഫ്യൂംസും ബോഡി മിസ്റ്റും ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് H&M ഒന്ന് കയറി. അവിടെയും കുറച്ച് നല്ല വമ്പൻ ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 1-2 സാധനങ്ങൾ മേടിച്ചു. ഒരുപാടൊന്നും മേടിച്ച് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ ഷോപ്പ് ചെയ്താൽ അത്ര വലിയ ഹെവി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഷോപ്പ് ചെയ്തത് ദടൽ സെയിലായിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് H&M കയറിയിട്ട് ഒരു ഷർട്ട് എന്തോ മേടിച്ചു. പിന്നെ ഇത്തിരി പെർഫ്യൂംസ് മേടിക്കാനുണ്ടായിരുന്നു, അത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇനി ന്യൂ ഷോപ്പിംഗ് നമ്മൾ ഫൗണ്ടൻ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഫൗണ്ടൻ അവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ക്രൂ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതെൻ്റെ ഒരു ഞങ്ങൾ തമ്മിലൊരു 6 ഇയേഴ്സ് പരിചയമുണ്ട്. SSBക്ക് പോകുമ്പോൾ പരിചയപ്പെട്ടതാണ്. ഞാൻ SSBക്ക് ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ SSB എന്താണെന്ന് ചോദിക്കുന്നവർക്ക് മറ്റേ ആർമീൻ്റെ സെലക്ഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെലക്ഷന് പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ ഇവിടെ മീറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാരിയും ക്യാബിൻ ക്രൂ ആയി. അപ്പോൾ എന്തൊരു കോയിൻസിഡൻസ് അല്ലേ, വാട്ട് എ സ്മോൾ വേൾഡ്. അപ്പം അങ്ങനെ നമ്മളിനി ഞാൻ ഫൗണ്ടൻ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഷോപ്പിംഗ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒക്കെ നല്ലതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഹീൽസ് ഇട്ടിട്ടാണ് വന്നത്. ഹീൽസ് ഇട്ട് ദുബായ് മോള് നടന്ന് എൻ്റെ കാലൊക്കെ പൊട്ടി, ഒന്നും പറയാനില്ല. അപ്പോൾ ബുർജ് ഖലീഫ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഫൗണ്ടൻ ഷോ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു ഫൗണ്ടൻ ഷോ കാണാൻ വേണ്ടിയിട്ട്. ഇടയിൽ പറയാതിരിക്കാൻ വയ്യ, ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്. അവിടെ വന്ന് ഏതോ ഒരു ചേട്ടൻ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് കണ്ടിട്ട് പുള്ളി ചോദിച്ചു ഞാൻ എടുത്തിരുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ പുള്ളി ഇരുന്നും കിടന്നൊക്കെ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്തു തരുമായിരുന്നു. അപ്പം ഇതാ നിങ്ങൾ കുറച്ച് ഫൗണ്ടൻ ഷോ കാണും. അങ്ങനെ ഫൗണ്ടൻ ഷോ ഒക്കെ കാണുമ്പോഴും എൻ്റെ കാല് നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം ഹീൽസൊക്കെ ഇട്ട് പറഞ്ഞല്ലോ മുറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൗണ്ടൻ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്കല്ല പോയത്. ഞങ്ങൾ നേരെ വിട്ടത് ഹോം ബേക്കറിയിലോട്ടാണ്. ദുബായിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കാഫേ ആണെന്നാണ് കേട്ടത്. അപ്പം അവിടെ പോയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു മാച്ച ലാറ്റയും അതേപോലെ തന്നെ ക്ലാസിക് മിൽക്ക് കേക്കുമാണ് ഓർഡർ ചെയ്തത്. ഇത്രയും ടേസ്റ്റുള്ള മിൽക്ക് കേക്ക് ഞാൻ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല.
അങ്ങനെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് ഫ്ലൈറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും പോയത് സെൻട്രൽ മോളിലോട്ടാണ്. ഇത് സെക്കൻഡ് ഡേ ഇൻ ദുബായ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുള്ള ഹാഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബർഗർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് അടിപൊളി ഒരു ബർഗറും ലോഡഡ് ഫ്രൈസും ഒക്കെയാണ് കഴിച്ചു. ഒരു രക്ഷയില്ല, സൂപ്പർ ബർഗറായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ രണ്ടുപേരും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കടകൾ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾ ചൂസ് ചെയ്താണ്. അങ്ങനെ ഫുഡും ഷോപ്പിംഗും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം ദുബായ്. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ വേണ്ടി വന്നതാണെങ്കിലും ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഗുഡ് ആഫ്റ്റർനൂൺ ആയിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഡേ 3 ഇൻ ദുബായ് ആണ്. ഞങ്ങൾ എൻ്റെ കൂടെ ഉള്ള അവള് എന്താ പറയുക, എന്തൊക്കെയോ മറ്റേ ബുർജ് ഖലീഫിൻ്റെ മുകളിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. ഞാൻ എന്തായാലും ഇല്ലയെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഫേവറേറ്റ് ചേച്ചി വരുന്നുണ്ട്, എൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ പുള്ളിക്കാരി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചീനെ കാണാണ്ട് ഞാൻ പോകാറില്ല. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് എനിക്കൊരു ഇവിടുത്തെ ടൈം ഒരു 4:15 ആകുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് വരണം. കാരണം എനിക്ക് 5:45 ഇവിടുന്ന് ചെക്കൗട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് വന്ന് ഒരു 15 മിനിറ്റ്സ് എങ്കിലും എനിക്കൊന്ന് ജസ്റ്റ് ഇരുന്ന് പിന്നെ മെല്ലെ ഒന്ന് റെഡി ആയി തുടങ്ങണം. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻസ്. അപ്പോൾ ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചേച്ചി വന്നിട്ട് കാണാം. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് കസിൻ സിസ്റ്ററാണ്, ഷാമിൽ ചേച്ചിയാണ്. അപ്പം ഞങ്ങൾ ഈ പോകുന്നത് ഫുഡ് തിരഞ്ഞിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പോയത് കഞ്ഞിക്കട എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റിലാണ്. കാരണം എനിക്ക് എന്നത്തെയും പോലെ തന്നെ എവിടെ ചെന്നാലും ഉണ്ടല്ലോ ഒരു മീൽസ് കഴിക്കണത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നല്ല ചോറും എല്ലാം കഴിച്ച് ഞങ്ങൾ പോയത് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ലേറ്റായെന്നുള്ള ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പം തന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ടാറ്റ.